ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായൊരു മാമ്പഴ പുളിശ്ശേരിയാണ്. അതിനായി ആദ്യം തന്നെ 2 നല്ല മാമ്പഴങ്ങൾ വൃത്തിയായി കഴുകിയെടുത്ത് തൊലി കളഞ്ഞ് വയ്ക്കുക. അതിനുശേഷം അവയെ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. അങ്ങനെ മുറിച്ചെടുത്ത മാങ്ങയുടെ അണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യണമെന്നില്ല. ഞാൻ ഇവിടെ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അടുപ്പിലേക്ക് ഒരു ഉരുളി ചൂടാക്കാൻ വയ്ക്കുക. ഉരുളി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ലേശം കൂടുതൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കടുക് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് കൂടുകയുള്ളൂ. കടുക് നന്നായി പൊട്ടിയതിനു ശേഷം ചെറുതായി നുറുക്കിയ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ ഇട്ട് കൊടുക്കുക. അത് നന്നായി ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം വലിയ ഒരു സവോള ചെറുതായി നുറുക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഒരു ഗോൾഡൻ കളർ ആവുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു നുള്ള് ഉലുവപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിക്കുക. ഇത് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാമ്പഴം അതിലേക്ക് ഇട്ട് ഇളക്കുക. മസാല നന്നായി പിടിക്കാനായി നന്നായി ഇളക്കി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വേകാനായി മൂടി വയ്ക്കുക. ഈ സമയത്തിനുള്ളിൽ നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതിനായി 1/4 മുറി തേങ്ങ ചിരവിയത്, അതിലേക്ക് ജീരകം എന്നിവ ചേർത്ത് നന്നായി അരച്ച് എടുക്കുക. 10-15 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് മാമ്പഴം നന്നായി വെന്തോ എന്ന് നോക്കുക. വെന്തു എങ്കിൽ ഈ അരപ്പും 1 കപ്പ് പുളിയുള്ള തൈരും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പുളിശ്ശേരിയിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു ഘടകമാണ് മധുരം എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ കുറച്ച് ഒരു പഞ്ചസാര ഇട്ട് ഇളക്കി മിക്സ് ചെയ്യേണ്ടതാണ്. മാമ്പഴ പുളിശ്ശേരി നന്നായി തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് മൂടി വയ്ക്കുക. സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി തയ്യാറായിരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.